അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ചെറുപ്പം മുതൽ ഇത്തരം പല രീതിയിലുള്ളത് സംസാരം കൊണ്ടോ അല്ലെങ്കിൽ ശരീരത്തിലുള്ള ചെറിയ 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 തോണ്ടലുകൾ കൊണ്ടോ അതല്ല ശക്തമായ അറ്റാക്കുകൾ കൊണ്ട് പോലും ഒരു സ്ത്രീ, അത് നമ്മുടെ അടുത്ത റിലേറ്റീവ്സിനായാലും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന ഒരു കുറഞ്ഞ സംഭവമായിരുന്നു ഇത്. അറ്റാക്ക് ചെയ്യപ്പെടും എൻ്റെ രാഷ്ട്രീയ സൗഹൃദങ്ങൾ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ, നല്ല തിരക്കുള്ള ബസ്സിൽ പോകുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന അറ്റാക്കിൻ്റെ ഒരു 10 പോലും എന്നെ ഇത് ബാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും ഈ സമൂഹത്തിൽ നിന്നാണ് ഈ നടന്മാരും ഈ സ്ത്രീകളും ഒക്കെ വരുന്നത് ഇങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് തോന്നിയില്ല. അതാണ് എൻ്റെ ഒരു വാസ്തവം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ഇങ്ങനെ സിനിമയെ ശുദ്ധികലശം ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇനിയിപ്പം മറ്റുള്ള മേഖലകളിലേക്കും ഇത് തന്നെ തിരിക്കണം. ഈ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഇത് തന്നെ എനിക്ക് ചാനലുകാരോടൊക്കെ പറയാനുള്ളത്, മറ്റുള്ള മേഖലകളുണ്ട്, അവിടെയും തിരിക്കണം. ഇതിലുപരി വേറെയും പ്രശ്നങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ കിട്ടുന്ന പൈസ അതൊക്കെ തന്നെ ഇടനിലക്കാരെടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയുണ്ട്. രാവിലെ മുതൽ ചിലപ്പം ഈ ഒരു ക്രൗഡിൻ്റെ ഒരു ഷൂട്ടാണെങ്കിൽ രാത്രി വരെ ചിലപ്പം ഷൂട്ടിങ് നീണ്ടുപോകും. അവർക്ക് കിട്ടുന്നത് തുച്ഛമായ പൈസ. ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തന്നെ വിഷമം തോന്നും. ഇവർ ഇത്രയും നേരം ഒരു വീട്ടുജോലിക്ക് പോയാൽ അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്ക് പോയാൽ പോലും രാവിലെ മുതൽ വൈകുന്നേരം 5 മണി, രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെ വർക്ക് ചെയ്ത് 1000 രൂപ കിട്ടും. ഇത് വളരെ നിസ്സാരമായ കാശ്. ഇവരെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. സത്യം അതും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയം. അപ്പം അതാണ് എനിക്ക് ഈ വിഷയത്തിൽ തോന്നിയത്. പക്ഷെ വന്നത് വളരെ നന്നായി. പലർക്കും ഇത് തുറന്നു പറയാനുള്ള അവസരം ഉണ്ടായി. അതായത് ഇപ്പോൾ ഒട്ടും മറവിയിൽ മാഞ്ഞു പോകുന്നു വിചാരിച്ച കാര്യങ്ങളാണല്ലോ ഇപ്പം പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ രേവതി സമ്പത്തിൻ്റെ വിഷയമൊക്കെ 2016 നടന്നതാണ്. അപ്പോൾ അതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിങ്ങനെ നമ്മുടെയൊക്കെ യോഗമായിരിക്കും എന്ന് വിചാരിച്ചിരുന്നിടത്തു നിന്ന് ഇത് ഒരു കുറ്റം പറയാം, അല്ലെങ്കിൽ നമുക്ക് പരാതി പറയാമെന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അവർ വന്ന് നിന്ന് സംസാരിക്കുന്ന സമയത്തുള്ള ബോൾഡ്നെസ് ഇപ്പോൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും കോൺസിക്വൻസസ് ഉണ്ടായാലും ഞങ്ങൾക്കൊന്നുമില്ല എന്ന് ബോൾഡായിട്ട് പറയാൻ കഴിയുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ പറ്റിയത് നല്ലൊരു കാര്യമില്ല. അതിനൊരു ഹേമ കമ്മിറ്റി ശരിക്കും പറഞ്ഞ ഒരു ഇൻസ്പയർ ചെയ്തു, ഇല്ലെങ്കിൽ അവർ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചില്ലേ? അതൊരു നല്ല കാര്യമല്ലേ? തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. കാരണം ഇത് നമ്മൾ പലരും പറയണോ വേണ്ടോ എന്ന് സംശയിച്ചിരിക്കുന്നിടത്തു നിന്ന് ഇത് പറയാൻ പറ്റും. പിന്നെ ഇവരൊന്നും ഒരിക്കലും എനിക്ക് തോന്നില്ല, പലരും പറയുന്നുണ്ട്. ഞാൻ ഇന്നും കൂടി ഒരു ചാനലിൽ കണ്ടായിരുന്നു, അവർ ചിലപ്പം വേറെ എന്തെങ്കിലും വ്യക്തി വിദ്വേഷം കൊണ്ട് വെറുതെ പറയുന്നതാകാം എന്നുള്ള രീതിയിലൊക്കെയുള്ള, അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. ഒരു സ്ത്രീക്ക് ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ കള്ളം പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവർ തമ്മിൽ വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് എന്തിനാണ് കള്ളം പറയുന്നത്? ഇത് പറയും തോറും, ഇപ്പം ഞാൻ ഇത്രയും പറയും തോറും ഇത് കേട്ടോണ്ടിരിക്കുന്ന എൻ്റെ കുടുംബക്കാർക്ക് ഒക്കെ പ്രശ്നമാണ്. നമ്മളിത് പറയുമ്പോൾ അയ്യോ അങ്ങനൊന്നും സംഭവിച്ചോ എന്ന് പറയും. അപ്പം നമ്മൾ എന്തിന് ഇങ്ങനെ ഒരു പുലിവാല് പിടിക്കുന്നത് പലരും പറയില്ല. അപ്പോൾ ഇത് പറയുന്നുണ്ടെങ്കിൽ ഇത് സത്യമായിരിക്കും, ഉറപ്പായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അതാണ് നിയമത്തിലും കോടതിയൊക്കെ അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സ്ത്രീ അങ്ങനെ സ്വന്തം അഭിമാനത്തെക്കുറിച്ച് കള്ളം പറയില്ല എന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നല്ല, എനിക്ക് ഉറപ്പുണ്ട് ഇത് പറയാൻ ഉള്ള ഒരു ധൈര്യം വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു അത് ഉൾപ്പെടെ അതിനോടൊപ്പം തന്നെ മറ്റുള്ള വിഷയങ്ങളിലേക്കും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. മറ്റുള്ള വിഷയങ്ങൾ അവിടെ നിൽക്കരുത്, അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. അത് പല വിഷയങ്ങളോടും മനുഷ്യാവകാശ ലംഘനങ്ങൾ അടക്കമുണ്ട്, അത് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇപ്പോൾ പ്രമുഖ സ്റ്റാർ തന്നെ പറഞ്ഞിട്ടുള്ളത്, പഴം കിട്ടാത്തത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ട് തോന്നി എന്ന് പറയുന്ന ഒരു സാധനം അവഗണനയാണ് അതിനകത്ത് സംസാരിച്ചത്. തമാശയല്ല, അതൊരു അവഗണന അത്രത്തോളം നേരിട്ടതുകൊണ്ട് പിന്നീട് ഒരു ഘട്ടത്തിൽ അത് പറയേണ്ടി വരുന്നതാണ്. അപ്പോൾ അത്രയും ചെറിയ കാര്യത്തിന് നമ്മൾ കരുതുന്ന നിസ്സാരമായ ഒരു കാര്യമല്ല അത്, ശരിക്കും അവഗണനയാണ് അവിടുത്തെ പ്രശ്നം. അതാ നിസ്സാരമാകുന്ന എങ്ങനെയാണ്? അത് നിങ്ങളിവിടെ 4 പേര് ഇവിടെ ഇരിക്കുമ്പോൾ ഒരാളെ മാത്രം പിന്നെ അവർ ചായ കുടിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് പിന്നെ അവരുടെ അനുഭവമാണ്. അതിന് നമുക്ക് റദ്ദാക്കാൻ ഒരു അവകാശമില്ല. അത് ചെറിയ കാര്യമല്ല അതൊക്കെ. അതായത് എല്ലാവരും സിനിമയിൽ അഭിനയിക്കുന്നവരാകുമ്പോഴും അത് ചിലരെ മാത്രം മാറ്റി നിർത്തുകയും അതിനുവേണ്ടി അത് ചിലപ്പം പലരും പുറകെ കൂടി പറയുന്നത് കൊണ്ടായിരിക്കും. കാരണം അവരെ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ എത്തിയത് കൊണ്ട് ഈ രീതിയിൽ അവർക്ക് മാനസികമായ വിഷമം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അത് തെറ്റ് തന്നെയാണ്. കാരണം ഇത് നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഒരു അറ്റാക്ക് ഉണ്ടെങ്കിലേ ഉള്ളൂ.
അല്ലെങ്കിൽ പിന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടെങ്കിലേ പ്രശ്നമുള്ളൂ, അതുവരെയുള്ളതൊന്നും പ്രശ്നമല്ല എന്നൊക്കെ പറയും. ഇപ്പോൾ അനാർക്കലി പറഞ്ഞൊരു കാര്യമുണ്ട്. അവളൊരു സിനിമ സെറ്റിൽ അവള് ഇങ്ങനെ അവർ കുറേ പേര് ഇരുന്ന് ജോക്ക് പറയും, അതിൻ്റെ സ്ത്രീകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗായിക, പിന്നെ സ്റ്റേജ് ഷോസൊക്കെ നടത്തുന്ന ഒരു ഗായിക കണ്ണൂർ ഒരു ഉത്സവത്തിന് പോയി എന്ന് പറഞ്ഞു. പോയൊരു കഥ പറയുവാണ് ഒരു നടൻ. അപ്പോൾ അവൾ പറഞ്ഞത് പിന്നെ എന്താ അവിടെ ഭയങ്കര പ്രശ്നമായി, ഉത്സവം നടത്തുന്നവർ തമ്മിലൊക്കെ പ്രശ്നമായി. ഇപ്പോൾ ഇതങ്ങോട്ട് പൊളിഞ്ഞു, ഈ പരിപാടി ഭയങ്കര അലങ്കോലമായി. അപ്പം കുറേ പേര് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഓടി. അപ്പം ഈ ഗായികയോട് പറഞ്ഞു, ബാ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞപ്പം അവർ വിചാരിച്ച് ഇവളെ രക്ഷിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോകാമെന്ന് ഓർത്ത് പോയിന്ന്. അപ്പം ഈ കഥ ഇങ്ങനെ പറഞ്ഞു വരിക. എന്നിട്ട് അവന്മാർ കൊണ്ടുപോയിട്ട് അത് പറഞ്ഞെനിക്കതിങ്ങനെ ഇതിനു മുമ്പ് പറയാൻ വിഷമം. അവൾ അനാർക്കലി അത് പറയും കാര്യം 2 ദിവസത്തേക്ക് അവൾക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ അവരൊക്കെ ഇടപെട്ടിട്ടാണ് ഒരു ടേപ്പ് ജോക്ക് പറയുക, അവർ ചെയ്ത് വിട്ടു എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ അവൾ ഓർക്കുക അയാളുടെ മകളെക്കുറിച്ചാണ്. മകളൊരു പാട്ടുകാരിയായിരുന്നു, ഇങ്ങനെ പറയൂ ഉമ്മ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. അത് അവൾ അപ്പം ഞാൻ പറഞ്ഞത് സത്യത്തിൽ അനാർക്കലിക്ക് ഇതിൻ്റെ മാനസിക ബുദ്ധിമുട്ടുണ്ടാവുക, അവൾ കരയുകയും ചെയ്ത വിഷയം എന്ന് പറയുന്നത് പിന്നെ അവളെ ഒരു തരത്തിലും ബാധിക്കുന്ന വിഷയമല്ല. അവൾക്ക് പഴം കിട്ടാത്തതോ അല്ലെങ്കിൽ അവളുടെ ദേഹത്ത് തൊട്ടതോ ആയ വിഷയമല്ല. പക്ഷേ ഇത് കേൾക്കേണ്ടി വരുവാണ് നമ്മൾ. അവരുടെ പിന്നെ പ്രൈവറ്റ് പാർട്ടുകളെ കുറിച്ചിട്ട് വേറൊരാളുടെ പ്രൈവറ്റ് പാർട്ടുകളെ കുറിച്ച് പെൺകുട്ടികളുടെ മുന്നിലിരുന്ന് ഇങ്ങനെ പറയുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് എല്ലാം പ്രശ്നമാണ്, മനസ്സിലായോ? ഇതുപോലത്തെ ജോക്സ് പറയുന്നത് പോലും പ്രശ്നമാണ്. ഒരാൾ ദേഹത്ത് തൊട്ടിട്ടില്ല, അയാൾക്ക് മെസ്സേജ് അയച്ചിട്ടില്ല, അയാളെ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇത് കേൾക്കുന്ന അവൾക്ക് വിഷമാവുക. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവൾ അവിടുന്ന് ഇറങ്ങി വേറെ മാറിപ്പോയിരുന്ന് അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അവൾ ഈ വിഷയം പറയുന്നത്. പക്ഷേ അന്നേരം അവിടെ ഇത് കേട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട്. അപ്പം ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് പഴം കൊടുക്കാതിരുന്നത് ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ചോദിച്ചിട്ടും അല്ലെങ്കിൽ അവരെ അവഗണനയും ഒരു വിഷയം തന്നെയാണ്. അതല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ചേച്ചിക്ക് ഇപ്പോൾ സങ്കടം ഉണ്ടാക്കുന്നത് ഈ സിനിമാ മേഖലയിലെ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഭാഗത്ത് അല്ലെങ്കിൽ അവർക്ക് സംഭവിക്കുന്ന ഒരു അവഗണനയാണോ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയിട്ടുള്ളത്? അത് ഈ പറയുന്ന മാതിരി ഇപ്പോൾ സെക്ഷൽ ഹരാസ്മെന്റിന്റെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്, അതും സങ്കടമാണ്. പക്ഷേ നിലനിൽക്കുന്ന ഇല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ദിവസവും കാണുന്ന ഒരു കാര്യം അപ്പോൾ ഏതാണ് കൂടുതലുണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പം ഞാൻ ഈ പറഞ്ഞ ജൂനിയർ ആർട്ടിസ്റ്റുള്ള പ്രശ്നം തന്നെയായിരിക്കും. ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റിനോട് സംസാരിച്ചിട്ടുണ്ട്, ഒത്തിരി സിനിമയിലൊക്കെ അഭിനയിച്ചു. അപ്പോൾ അവരും പറഞ്ഞത് ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞായിരുന്നു. അവരും പലരും അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ പലപ്പോഴും പോയിരിക്കുമ്പോൾ അവരോടൊക്കെ സംസാരിക്കാറുണ്ട്. ജൂനിയർ ഇതുപോലുള്ള റെമ്യൂണറേഷൻ്റെ വിഷയങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാ സെറ്റിലും നടക്കുന്നത് ചിലപ്പം അതായിരിക്കും, റെമ്യൂണറേഷൻ. ഇടനിലക്കാർ അതിൻ്റെ അകത്ത് ഈ എന്താ പറയുക, പ്രൊഡ്യൂസറിനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസിങ് പാർട്ടിനോ വലിയ പിന്നെ ഇതില്ല, അവരുടെ കുഴപ്പമല്ല അത്. ഇത് ഇടനിലക്കാർ അവിടെ നല്ലപോലെ പങ്കുവഹിക്കുന്നുണ്ട്. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നത് നിയമാവലി ഉണ്ടാക്കി കൃത്യമായി ഒപ്പിട്ട് കൊടുത്ത് വേണമെങ്കിൽ ഇനി ഇടനിലക്കാരനെല്ലാം കമ്മീഷൻ കൊടുക്കണമെങ്കിൽ 2 കൂട്ടരും നമ്മളിപ്പോൾ ഈ അത് ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ്. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഇതിന് എങ്ങനെ പരിഹാരം എന്ന് ആലോചിച്ചപ്പോൾ നമ്മളിപ്പോൾ വീടിനൊക്കെ വാടകയൊക്കെ എടുക്കുമ്പം വാടകയ്ക്ക് കൊടുക്കുന്ന ആൾ ഒരു കമ്മീഷൻ കൊടുക്കും. അങ്ങനെ വല്ലതും കൊടുക്കുകയും ഇവർക്ക് കൃത്യമായി കിട്ടേണ്ടത് കിട്ടുകയും ചെയ്യണം എന്നുള്ളത് ഞാൻ കുറേ നാളുകളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം അത് കിട്ടുന്നില്ല. അത് അവർക്ക് വേണ്ടി ആരെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അവരെവിടെയും രേഖപ്പെടുത്തുന്നില്ല. അവരൊരു കൂട്ടമാണ്, അവരൊരിക്കലും വിസിബിൾ അല്ല. ഈ ഒരാളെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ കണ്ടുപിടിക്കാം. ജൂനിയർ ആർട്ടിസ്റ്റിനെ ക്രൗഡ് ഇങ്ങനെ ദിവസവേതനത്തിന് വരുന്ന ആൾക്കാരുടെ കാര്യമാണ്. അവർ നിങ്ങൾക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവർക്കും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ശരിക്കും ഗവൺമെൻറ് ഇതിൽ പോകണം. കാരണം നമ്മൾ കേരളം ഒരു തൊഴിലാളി സൗഹൃദ സംസ്ഥാനമാണെന്ന് പറയുമ്പോഴും ഈ തൊഴിലിന് പക്ഷെ കാശ് മുടക്കേണ്ടവർ മുടക്കുന്നുമുണ്ട്, കിട്ടേണ്ടവർക്ക് കിട്ടുന്നില്ലാത്തൊരവസ്ഥയുണ്ട്. എനിക്ക് തോന്നുന്നു അതും കൂടി എന്തുകൊണ്ടാണ് ആരും ചർച്ച ചെയ്യാത്തതെന്ന് ഞാൻ ഈ ചർച്ചകളൊക്കെ കാണുമ്പോൾ ആലോചിക്കാറുണ്ട്. വാർത്തകൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഗൗരവമുള്ള ചർച്ചകൾ ഉണ്ടാവേണ്ടതുണ്ടെന്ന് ആണ് കരുതുന്നത്. അപ്പോൾ അത് ഉണ്ടായി വരട്ടെ. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സെക്ഷൽ ഹരാസ്മെൻറ്റ് അന്വേഷിക്കാനൊരു സംവിധാനം ഉണ്ടായതുപോലെ ഇത്തരം കാര്യങ്ങളും കൂടെ അഡ്രസ്സ് ചെയ്യുന്നൊരു സംവിധാനത്തിലേക്ക് ഈ ഹേമ കമ്മിറ്റി പിച്ച് ചെയ്യട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തിനും ഒരു
ഒരു നിയമാവലിയും ഒരു നിയതമായ ഒരു നിയമം വേണം എന്നൊരു അഭിപ്രായം എനിക്ക് ഇതിൻ്റെ അകത്തുള്ളത് ഏത് കാര്യത്തിലും. നന്ദി ചേച്ചി സംസാരിക്കുന്നു.